ആ പ്രവാചകന്റെ മിലാദാഘോഷം അതേ റബീഉൽ അവ്വൽ 12 നടത്തപ്പെടുന്ന ഈ ആഘോഷമുണ്ടല്ലോ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയോ പിന്നീട് റബീഉൽ ആഖിർ വരെയോ നീണ്ടു നിൽക്കുന്ന വിശാലമായ ആഘോഷമാവട്ടെ, അത്തരമൊരു ആഘോഷം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ല, സ്വഹാബത്തിന് അറിയില്ല. എത്രത്തോളം എന്നറിയുമോ? ഇന്നുമതാ സമസ്തയുടെ പള്ളിയിൽ വായിക്കപ്പെടുന്ന നബാത്തി ഖുത്ബയുണ്ടല്ലോ, ആ നബാത്തി ഖുത്ബയിൽ റബീഉൽ അവ്വലിന്റെ 5 ഖുത്ബകൾ പരിശോധിച്ചാൽ കാണാം, ഒരൊറ്റ ഖുത്ബയിലും മിലാദുൻ നബി എന്ന ചർച്ച തന്നെയില്ല. കണ്ടോ, ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് കേരളത്തിലെ ഔദ്യോഗിക സമസ്തക്കാരുടെ പള്ളിയിൽ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തി ഖുത്ബ. ഈ നബാത്തി ഖുത്ബയിലെ ആദ്യത്തെ 5 റബീഉൽ അവ്വലിലെ 5 ഖുത്ബകൾ, ആദ്യത്തെ 2 ആഴ്ചകൾ, അതേ റബീഉൽ അവ്വൽ 12 വരെ കടന്നു വരുന്ന 2 ആഴ്ചകളിലും 2 പ്രാവശ്യവും വിഷയം ആദ്യത്തെ ആഴ്ചയിൽ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വഫാത്ത്. ഇവിടെ ചില നൗഷാദാശൻ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കി. എന്താണെന്നറിയോ? നബിദിനാകെ റബീഉൽ അവ്വൽ കടന്നു വന്ന വഹാബികൾക്ക് ദുഃഖാണല്ലോ. ഇബ്ലീസിനും വഹാബികൾക്കും ദുഃഖം, ഇമാമുമാർക്കും അല്ലാഹ്ക്കും മലക്കുകൾക്കും സന്തോഷം. ദുഃഖം മുജാഹിദുകൾക്കല്ലേ? പറയടോ, നിങ്ങളുടെ ഈ വായിക്കപ്പെടുന്ന ഇബ്നു നബാത്തത്തുൽ മിസ്രി ആ നബാത്തി ഖുത്ബയിൽ എന്താ പരാമർശം? വഫാത്തുൻ നബി. വഫാത്ത് പറയും നിങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കല, അതിന് തിരിയണ്ടേ? പറയണെന്താണ്ട് അതിന് പള്ളിയിലെ ഖത്തീബിന് വായിക്കുമ്പോ തിരിയണ്ടേ? ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. ആദ്യത്തെ 2 ഖുത്ബകളും റബീഉൽ അവ്വൽ മാസത്തെ ആദ്യത്തെ 2 ഖുത്ബകൾ നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ അൽ ഖുത്ബത്തുൽ ഊലാ മിൻ ശഹ്ർ റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വഫാത്താണ് ചർച്ച. വിവരമുള്ള ഉസ്താദുമാരിത് വായിച്ചു കഴിഞ്ഞാൽ തൊണ്ടടറും, കണ്ണെന്ന് കണ്ണുനീര് വരും. ഖുത്ബ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു അത്ഭുതം തോന്നും. പുറത്തിറങ്ങുമ്പോൾ പറയുന്നത്തെ ഖുത്ബ വല്ലാത്തായിരുന്നു, ഉസ്താദ് കരഞ്ഞിക്കും. എന്താ മോനെ വിഷയം? വിഷയം അറിയില്ല. അത് വിവരമുള്ള ഉസ്താദുമാർ വായിക്കുമ്പോഴാ. അല്ലാത്ത ആളുകൾ ഇങ്ങനെ അറബി പാരായണം ചെയ്തു പോകലേ ഉണ്ടാവുകയുള്ളൂ. ഇതിലെന്താ പറയുന്നറിയോ? അതേ പറയുന്ന വാചകം കേട്ടോ. وإنه لم يؤخر عند انقضاء مدته ولم يعمر عند حضور منيته ولقد أتاه في مثل شهركم هذا من رسل ربه الكرام الموكلين بقبض نفوس لنا فجدوا بروح الزكية لينقلوها. ഓ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളെ വിളിച്ചിട്ട് ഖത്തീബ് പറയാണ്, അല്ല മക്കളെ, ഇതുപോലത്തെ നിങ്ങളിപ്പോ നിലനിൽക്കുന്ന റബീഉൽ അവ്വൽ മാസമുണ്ടല്ലോ, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസമാണ് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശറഫാക്കപ്പെട്ട റൂഹ് പിടിച്ചുകൊണ്ട് പോകാൻ ആത്മാക്കളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കടന്നു വന്നു. എന്നിട്ടതാ പിന്നീട് വിശദീകരിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് പറയാൻ പറ്റുക. പറയാ സന്തോഷമാണ് നിങ്ങൾക്ക് ഉണ്ടാകുക ആണോ, അതോ ദുഃഖമോ? ദുഃഖമോ? വഹാബികൾക്ക് മാത്രം ദുഃഖം, അല്ലാത്തവർക്കൊക്കെ സന്തോഷം. ആദ്യത്തെ ആഴ്ച മാത്രമോ? രണ്ടാമത്തെ ആഴ്ചയോ? അൽ ഖുത്ബത്തു സാനി, രണ്ടാമത്തെ അൽ ഖുത്ബത്തു സാനിയ മിൻ ശഹ്ർ റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വഫാത്തല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ? എന്റെ കയ്യിലുണ്ട് ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബ. ഇത് കാന്തപുരം വിഭാഗം വെട്ടിത്തിരുത്തി. അറിയണോ? ഇതായിരിക്കുന്നു എന്റെ കയ്യിൽ. ഇതെന്താ? മുഖ്തസറുൽ ഖുത്ബിൻ നബാത്തിയ. ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്ബ ചുരുക്കുന്നു എന്ന പേരിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന കാരന്തൂരികളുടെ ഒരു നേതാവ് ഈ പാരമ്പര്യം ഇവിടെ പറഞ്ഞല്ലോ, കുറെ പാരമ്പര്യം. എന്തേ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ പാരമ്പര്യം നിങ്ങൾക്ക് പറ്റാഞ്ഞു? ആ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചിട്ട് റബീഉൽ അവ്വലിലെ ഖുത്ബ നിങ്ങൾ വെട്ടിമാറ്റി. ചുരുക്കല്ല, വെട്ടിമുറിച്ചു. ഇതിലെന്താ ഒന്നാമത്തെ ഖുത്ബ എന്നറിയോ? ഒന്നാമത്തെ ഖുത്ബ റബീഉൽ അവ്വൽ, ഒന്നാമത്തെ ഖുത്ബ മദ്ഹുൻ നബി, ഇതിലോ വഫാത്തുൻ നബി. ചുരുക്കിയതാ ആണോ? മുജാഹിദുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ മറുപടി പറയാൻ കഴിയാത്ത കാരന്തൂരികൾ അവരുടെ പള്ളി മിമ്പറിൽ നിന്ന് വായിക്കുന്ന ഖുത്ബയിൽ വരെ മാറ്റം വരുത്തേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായത്
റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങൾ വായിക്കുന്ന ഖുത്ബയിൽ മിലാദുൻ നബി എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം കടന്നു വരാത്തത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കുമ്പോഴല്ലേ അറിയുക. ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന ഈജിപ്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതനുണ്ടല്ലോ, അദ്ദേഹം സാന്ദർഭിക ഖുത്ബ നടത്തിയതാ. അദ്ദേഹത്തിന്റെ ഖുത്ബയിൽ റബീഉൽ അവ്വലിൽ സാന്ദർഭികമായി കടന്നു വരുന്നത് വഫാത്തുൻ നബിയാണ്, അനിഷേധ്യമായി തെളിയിക്കപ്പെട്ടത് വഫാത്തുൻ നബിയാണ്. അതുകൊണ്ട് അദ്ദേഹം വഫാത്തുൻ നബി കാരണം അത് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വലിയ മുസീബത്ത് അത് ഞാൻ നഷ്ടപ്പെട്ട മുസീബത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഞാൻ നഷ്ടപ്പെട്ട മുസീബത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങളെ ചെറുതായി അനുഭവപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങളെ 2 ഖുത്ബ കിതാബും എന്റെ കയ്യിലുണ്ട്. എന്റെ 2 ഖുത്ബ കിതാബും എന്റെ കയ്യിലുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ആൺകുട്ടികളുണ്ടോ കാരംദൂരികളുടെ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ നോക്കാം. ഈ 2 ഖുത്ബകളും ഇതാ നിങ്ങൾ വെട്ടിച്ചുരുക്കി വെട്ടി മാറ്റിയ ഖുത്ബ കിതാബും ഇവിടെ ഇപ്പോഴും സമസ്തക്കാരന്റെ പള്ളിയിൽ പറയപ്പെടുന്ന ഇവരുടെ വാസത്തുൽ മിസ്രിയുടെ ഖുത്ബ കിതാബും 2 എണ്ണവും എന്റെ കയ്യിലുണ്ട്. എവിടെയൊന്നും മദ്ഹുൻ നബി എന്നും മുഅ്ജിസത്തുൻ നബി എന്നും അതുപോലെ തന്നെ അഹ്വാലുൻ നബി എന്നും പിന്നീട് അവസാനം വഫാത്തുൻ നബി എന്നും പറഞ്ഞ 5 ഖുത്ബകൾ മാറ്റിമറിച്ചു നിങ്ങൾ. അപ്പോഴും നിങ്ങൾക്ക് മിലാദുൻ നബി എന്ന് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നബിദിനാഘോഷം എന്ന വിഷയം നിങ്ങളുടെ മിമ്പറുകളിൽ പോലും റബീഉൽ അവ്വലിൽ ചർച്ച ചെയ്യുന്നില്ല.